ഹലോ എവ്രി വൺ വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മൾ +1 ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 100% ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണെന്ത് മാപ്പ് മാർക്കിംഗ്. നിങ്ങളുടെ +1 ഹിസ്റ്ററിയുടെ പബ്ലിക് എക്സാമിന് മാപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കട്ടോ. ഇതിന് മുന്നേ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കമൻറ്റ് ചെയ്യണം. നിങ്ങൾ +1 ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, ഇനി എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാൻ ബാക്കിയുണ്ട്, ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. പരമാവധി ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യും, ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം ഈ മാപ്പ് മാർക്കിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മാപ്പിലേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഇറാഖാണ്. ഇവിടെയാണ് ആരുടെ പൊസിഷൻ വരുന്നത്, ഇറാഖിൻ്റെ പൊസിഷൻ വരുന്നത്. പിന്നെ മെഡിറ്ററേനിയൻ സീ, ഇത് ഈ ചാപ്റ്റർ മാത്രമല്ല, അടുത്ത ചാപ്റ്റർ റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, മെഡിറ്ററേനിയൻ സീ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ സീ, മെഡിറ്ററേനിയൻ കടലിൻ്റെ സ്ഥാനം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇവിടെയാണ് ആര് വരുന്നത്, മെഡിറ്ററേനിയൻ കടൽ വരുന്നത്. ഇനി ഈ ചാപ്റ്ററിലാണ് റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഏത് നദി, റിൻ അല്ലെങ്കിൽ റൈൻ എന്ന് വിളിക്കുന്ന നദി. ഈ കാണുന്ന സാധനമാണ് ഏത് നദി, റൈൻ നദി. ഇത് ഏത് നദിയാടാ, ഡാന്യൂബ് നദിയാട്ടോ. ഇത് ഏത് നദിയാണ്, ഡാന്യൂബ് നദിയാണ്. ഇനി ഇവിടെയാണ് എന്ത്, ദ ക്യാപിറ്റൽ ഓഫ് റോമൻ എംപയർ ആയിട്ടുള്ള റോം. ഇവിടെയാണ് ആര് വരുന്നത്, റോം വരുന്നത് കേട്ടോ. ഈ സീന്ന് മാർക്ക് ചെയ്താണിത് റോം. പിന്നെ ഡീന്ന് മാർക്ക് ചെയ്ത് റോമിലെ പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടുള്ള അലക്സാൻഡ്രിയ ആട്ടോ. ഡീന്ന് മാർക്ക് ചെയ്ത് ഏതാടാ, റോമിലെ പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടുള്ള ഏതാണ്, അലക്സാൻഡ്രിയ ആണ്. പിന്നെ ഈന്ന് മാർക്ക് ചെയ്ത് ഏതാണ്, റോമിലെ മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടുള്ള ഇതാണ് ഈ ട്ടോ. റോമിലെ മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ഏതാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ. പിന്നെ ഇവിടെ എഫ് എന്ന് മാർക്ക് ചെയ്ത് ഏതാണ്, റോമിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടുള്ള ആൻറ്റിയോക്ക് ആണ് കേട്ടോ. ഏതാണ്, ആൻറ്റിയോക്ക് ആണ്. പിന്നെ സഹാറ ഡെസേർട്ട്, കഴിഞ്ഞ തവണ പബ്ലിക് എക്സാം ചോദിച്ചാൽ ഇവിടെയാണ് ആരുടെ സ്ഥാനം വരുന്നത്, സഹാറ ഡെസേർട്ട് അഥവാ സഹാറ മരുഭൂമിയുടെ സ്ഥാനം വരുന്നത് ഇവിടെയാണ്. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് കാസ്പിയൻ സീ, കാസ്പിയൻ കടൽ. ഇതാണ് എന്ത്, ഈ ഒരു ഭാഗമാണ് എന്ത് വരുന്നത്, കാസ്പിയൻ സീ അഥവാ കാസ്പിയൻ കടൽ വരുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി നിങ്ങൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ nafi.ejupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നിങ്ങൾ ഓർത്ത് വെക്കട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് വേണം, മോട്ടിവേഷൻ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ്. എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് എന്ത്, nafi.ejupod. അപ്പോൾ ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ nafi.ejupod എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ തേർഡ് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇവിടെയാണ് ആരുടെ സ്ഥാനം വരുന്നത്, ജർമ്മനി. ഇവിടെയാണ് ആര്, ജർമ്മനി. നമ്മുടെ നിയാൻഡർത്താൽ വാലിയും അത് ഒരുപാട് ഫോസിൽസ് ഒക്കെ ഇട്ടുള്ള ജർമ്മനിയുടെ പൊസിഷൻ ഇവിടെയാണ്. അത് മാത്രമല്ല ഇവിടെയാണ് ആര്, സ്പെയിൻ ഇട്ട്. ഇവിടെയാണ് ആര് വരുന്നത്, സ്പെയിൻ. ഇവിടെയാണ് ആര് വരുന്നത്, ഫ്രാൻസ് ഇട്ടോ. ശ്രദ്ധിക്കണേ, ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, ഇത് മൂന്ന് ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ അടിയിലേക്ക് വരുമ്പോൾ ഇവിടെ ആരുണ്ട്, കെനിയ. ഇവിടെയാണ് ആരുള്ളത്, കെനിയ ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്, എത്യോപ്യ ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്, ടാൻസാനിയ. അവിടെയാണ് എന്തുള്ളത്, ഒൽദുവായ് ഗോർജ് ഇട്ടോ, ടാൻസാനിയ അഥവാ ഒൽദുവായ് ഗോർജ് ഇട്ടോ, ഓർത്ത് വെച്ചോ. പിന്നെ ഈ ഒരു ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ്, കാരണം കഴിഞ്ഞ തവണ മാപ്പിൽ ചോദിച്ചത് മൊത്തം ഇവിടെയാണ്, 4ാമത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് ആരുടെ സ്ഥാനം, ദമസ്കസ്. ദമസ്കസ് ആരുടെ ക്യാപിറ്റലാണ്, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. ആരുടെ ക്യാപിറ്റൽ, ആരുടെ തലസ്ഥാനമായിരുന്നു ദമസ്കസ്, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇവിടെയാണ് എന്ത്, ദമസ്കസിൻ്റെ സ്ഥാനം. ഇവിടെയാണ് ആരുടെ സ്ഥാനം, ബാഗ്ദാദിൻ്റെ സ്ഥാനം. അപ്പോൾ ദമസ്കസും ബാഗ്ദാദും അടുത്തടുത്താണ്. ഇവിടെയാണ് എന്തുള്ളത്, മദീന. ഈ സി എന്ന് മാർക്ക് ചെയ്താണ് എന്ത്, മദീന. ഈ ഡി എന്ന് മാർക്ക് ചെയ്താണ് എന്ത്, മക്ക. അതേപോലെ ഈ എന്ന് മാർക്ക് ചെയ്താണ് ഇത്, ഖുറാസാൻ കേട്ടോ. അപ്പോൾ ഈ സ്ഥാനങ്ങൾ ഓർത്ത് വെക്കണം, മാപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തത് ഈ ചാപ്റ്ററിന് അടുത്ത വരുന്നതാണ് ആസ്ടെക്, മായൻസ്, ഇൻക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെയാണ് ആസ്ടെക് കേട്ടോ. ശ്രദ്ധിക്കുന്നത്, ഇവിടെയാണ് ആസ്ടെക് സമൂഹം ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്, ആസ്ടെക് സമൂഹം ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്, മായൻസ്. ശ്രദ്ധിക്കുന്നത്, ഇവിടെയാണ് ആരുള്ളത്, മായൻസ് ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്, ഇൻക. ഇവിടെയാണ് ആരുള്ളത്, ഇൻകകളുള്ളത് കേട്ടോ. ഇത് ഓർത്ത് വെക്കുക. പിന്നെ മംഗോളിയ, ചൈന, റഷ്യ. ഇത് വളരെ റെയറായിട്ട് മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. ഇവിടെയാണ് ആരുടെ സ്ഥാനം, മംഗോളിയയുടെ സ്ഥാനം. ഇവിടെയാണ് ആരുടെ സ്ഥാനം, ചൈനയുടെ സ്ഥാനം. ഇവിടെയാണ് ആരുടെ സ്ഥാനം, റഷ്യയുടെ സ്ഥാനം. പക്ഷേ ഇത് വളരെ റെയറായിട്ട് മാത്രമേ എക്സാമിന് ചോദിക്കാറുള്ളൂ. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ ഫ്രാൻസ് ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയാണ് ആര് വരുന്നത്, ഇറ്റലി വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുന്നത്, ഇവിടെയാണ് ആര് വരുന്നത്, ഇറ്റലി വരുന്നത്. അത് മാത്രമല്ല ഇവിടെയാണ് ഇതാണ് എന്ത്, ഇംഗ്ലണ്ട്. ഈ ഒരു ഐലൻഡാണ് എന്ത്, ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇറ്റലിയുടെ ഇംഗ്ലണ്ടിന് സ്ഥാനം ഓർത്ത് വെക്കുക. അടുത്തത് ചൈന, ജപ്പാനിൽ ഇവിടെയുള്ള ഈ ഐലൻഡ് ഗ്രൂപ്പ്, ഈ ഒരു ഗ്രൂപ്പാണ് ശരിക്കും എന്ത്, ജപ്പാൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് ഐലൻഡുകളുണ്ട്, അതാണ് എന്ത്, ജപ്പാൻ. ചൈനയുടെ സ്ഥാനം നമ്മൾ നേരത്തെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ഭാഗം, ദമസ്കസ്, ബാഗ്ദാദ്, മദീന, മക്ക, ഖുറാസാൻ, ഈ ഒരു സ്ഥലങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ ഈ ഒരു റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുക, നിങ്ങൾ മാപ്പ് മാർക്കിങ്ങിന് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു വേൾഡ് മാപ്പ്, വേൾഡിൻ്റെ ഔട്ട്ലൈൻ മാപ്പ് നിങ്ങൾക്ക് വാങ്ങി കിട്ടും. ഈ മാപ്പ് വാങ്ങിയിട്ട് ആ മാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ
സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാപ്പ് മാർക്കിംഗ് പഠിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, മാപ്പിൽ മാർക്ക് ചെയ്ത് പഠിക്കട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എന്തിൽ ചോദിക്കുക, മാപ്പിൽ ചോദിക്കുക. ബാക്കി വീഡിയോസൊക്കെ നമ്മൾ ചെയ്തു തരും. നിങ്ങളൊരു പേടിയും പേടിക്കണം, നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. എല്ലാവർക്കും +1 ഹിസ്റ്ററി എക്സാം ഈസി ആവട്ടെ. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.